ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് സ്ത്രീയും പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് ബന്ധപ്പെടുന്ന രീതിയെക്കുറിച്ചാണ്. അറിഞ്ഞോ അറിയാതെയോ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഓരോ സമയത്ത് ഓരോ എനർജി ലെവലാണ്. അതനുസരിച്ചുള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അതൊരു സ്വാഭാവികമായ പ്രോസസ്സിംഗ് ആണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ നല്ല സന്തോഷമുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതനുസരിച്ചായിരിക്കും. അതല്ല, നമ്മുടെ എനർജി ലെവൽ ഒരു പ്രത്യേക ടെൻഷനിലാണെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതനുസരിച്ചായിരിക്കും. നമ്മൾ അറിയാതെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുപോലെ മനസ്സിന് ഭയമുള്ള സമയത്താണെങ്കിലും ബോഡി ലാംഗ്വേജ് അതനുസരിച്ച് മാറും. അതുപോലെ കളിക്കുന്നതിന് മുമ്പ് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള മൈൻഡ് സെറ്റാണല്ലോ ഉള്ളത്. അതനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജും ആക്ഷൻസും മാറും. അതുപോലെ ബന്ധപ്പെടുന്നതിന് മുൻപ് ഫോർപ്ലേ സമയത്തൊക്കെ സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് എനർജി ലെവലാണോ അവരിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അതനുസരിച്ചുള്ള ആക്ഷൻസ് അവർ പ്രകടിപ്പിക്കും. ചില സ്ത്രീകൾ ഈ സമയത്ത് ഒരു വിധേയത്വ ഭാവം ഉണ്ടല്ലോ, അതിൻ്റേതായ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടത് ആസ്വദിക്കും. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അത് കൂടുതലായിട്ട് ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. മിക്കവാറും ഈ കാറ്റഗറിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു സ്വപ്നമുണ്ട്, ഈ സമയത്ത് പുരുഷൻ എങ്ങനെ പെരുമാറണം, ബോൾഡായിട്ട് പെരുമാറണോ അതോ ഇച്ചിരി ഹാർഡായിട്ട് പിടിക്കണോ, എങ്ങനെയൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഫാൻറ്റസി ഇവരുടെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ ഈ സമയത്ത് പുരുഷൻ കുറച്ച് ഹാർഡായിട്ട് പെരുമാറുന്നതാണ് ഇഷ്ടം, കുറച്ച് ഹാർഡായിട്ട് പിടിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അവരുടെ ആ ബോഡി ലാംഗ്വേജ്, അവരുടെ ആ നേച്ചർ ആ സമയത്ത് കുറച്ച് പരുക്കനായിരിക്കണം. അങ്ങനെയാണ് അവരാഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ കുറച്ച് വിധേയത്വമായിട്ട് പെരുമാറും. ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു വിധേയത്വമുണ്ടല്ലോ അത്. എന്ന് വെച്ചാൽ അവർക്കൊരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നോട്ടങ്ങളും അതനുസരിച്ചുള്ള സ്പർശനങ്ങൾ, അതനുസരിച്ചുള്ള വാക്കുകളൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം എനർജി ലെവലിൻ്റെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ ഒരു പുരുഷനിൽ നിന്നും അവർ ഏത് രീതിയിലുള്ള എനർജി ലെവലാണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനർജി ലെവലായിരിക്കും അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിധേയത്വം അവർ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് സ്നേഹത്തിൻ്റേതായൊരു വിധേയത്വമാണ്. എന്നുവെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്നേഹമുണ്ട്. ഇനി സ്നേഹം അങ്ങ് ഒരുപാടില്ലെങ്കിലും വെറുപ്പില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് നന്നായിട്ട് ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാൻ സഹായിക്കും, പ്രത്യേകം നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ആക്ച്വലി ഈ സമയത്ത് നമ്മൾ കാണിക്കുന്ന ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആക്ഷൻസ് ഇതൊക്കെ തന്നെ ചില ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടൂടാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് പുരുഷൻ എന്ത് ചെയ്താലും കുറച്ച് എതിർപ്പോടുകൂടി വഴങ്ങുന്നതാണ് അവർക്കിഷ്ടം. അതുപോലെ ഈ കളിക്കുന്ന സമയത്താണെങ്കിൽ ചൂടായിട്ടുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിധേയത്വപരമായിട്ടുള്ള ഒരു എനർജിയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അവരത് കാണിക്കും. അവർക്ക് അങ്ങനെ കാണിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്യുമ്പം മിക്കവാറും പുരുഷന്മാർക്ക് നല്ല ഉത്തേജനം കിട്ടുന്നുണ്ട്. തന്നെയല്ല, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടുതലായിട്ട് ഈ സമയത്ത് പ്രവർത്തിക്കാൻ ഇങ്ങനെയൊരു മൂഡ് സഹായിക്കുന്നു. ഉദാഹരണത്തിന് അവരുടെ കയ്യിലുള്ള തേൻകരിക്ക് നിങ്ങൾക്ക് കുടിക്കാൻ തരുമ്പോൾ അത് ഏത് രീതിയിൽ നിങ്ങൾ പിടിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു കുടിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് തേൻകരിക്ക് കുടിക്കുന്നത്, ചുണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ, നാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, പല്ല് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അവരിൽ പ്രത്യേകം ഊർജം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വിധേയത്വപരമായിട്ടൊരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഫോഴ്സോടെ ഈ കരിക്ക് കുടിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഫോഴ്സോടെ കുടിക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ തന്നെ കൈകൾ കൊണ്ട് എവിടെയൊക്കെ പിടിച്ചാലും കുറച്ച് ഫോഴ്സോടെ പിടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ അല്ലാത്ത സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരിടയ്ക്കിടയ്ക്കൊക്കെ പറയും, പങ്കാളിയോടാണെങ്കിലും പറയും, പുരുഷന്മാർ നല്ല ബോൾഡായിരിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം, നല്ല ധൈര്യമുള്ളവരായിരിക്കണം എന്നൊക്കെ അവരിടയ്ക്കിടയ്ക്കൊക്കെ ഇൻഡയറക്റ്റ് രീതിയിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, എല്ലാം പുരുഷൻ ചെയ്യണമെന്നായിരിക്കും ആദ്യം മുതൽ അവസാനം വരെ. ഈ സമയത്ത് പുരുഷൻ കുറച്ച് ബോൾഡായിട്ട് പറയുമ്പം അതനുസരിക്കുന്നത് ഇവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ചില സ്ത്രീകൾ മറ്റ് സമയങ്ങളിലെല്ലാം വളരെ ബോൾഡായിട്ട് പെരുമാറും, തൻ്റെ ഇടത്തോടെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഈ സമയത്ത് കുറച്ച് വിധേയത്വമായിട്ട് പെരുമാറുന്ന ഇഷ്ടം.
എന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്ന വ്യക്തി അവരെ ഒരുപാട് കാമിക്കുന്നു, അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നു, അവരെ എന്തൊക്കെയോ ചെയ്യാൻ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ അറിയുന്നത് അവർക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ലൈംഗികതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാനീ പറയുന്നത് പുറമേ കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചാലും ഉള്ളിൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു വിധേയത്വത്തിൻ്റെ കാര്യമുണ്ടല്ലോ, അതാണ്. ഒരു പ്രത്യേക മൂഡ് വരുത്താനായിട്ട് അവർ സൃഷ്ടിക്കുന്ന എനർജി ലെവലാണത്. അതുപോലെ തന്നെ അടിക്കുന്ന സമയത്തും വിധേയത്വപരമായ ചിന്തകൾ കൊണ്ടുവരുന്നവരുണ്ട്. ആ സമയത്തുള്ള പുരുഷൻ്റെ ശക്തി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ സുഖം കൊണ്ട് കരയുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നവരാ. അതുപോലെ തന്നെ അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ ആ വിധേയത്വ ഭാവം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ വിധേയത്വത്തെ കൂടുതലും ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ് കഴുത്തിൻ്റെ ഭാഗം, അതുപോലെ മാറിടങ്ങൾ, അതുപോലെ വയറിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഇന്നർ തൈസ്, തൊടയുടെ ഉൾവശം. ഇതൊക്കെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ അവരുടെ ആ ഒരു വിധേയത്വ എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതുപോലെ ഈ സമയത്ത് ബട്ടക്സ് ഭാഗത്ത് കുറച്ച് ഹാർഡായിട്ട് സ്റ്റിമുലേഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവെ ഒരാളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനകത്ത് അത്ര വലിയ ആനന്ദമൊന്നും പൊതുവെ സ്ത്രീകൾക്കില്ല. അതുപോലെ തന്നെ പുരുഷൻ്റെ ഇജാക്കുലേഷൻ സമയത്ത് അവർ കാണിക്കുന്ന ഒരു പ്രത്യേക ശൗര്യഭാവമുണ്ടല്ലോ, അതും ഇവർ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫോർ പ്ലേ സമയത്ത് മാത്രമല്ല, ആഫ്റ്റർ പ്ലേ സമയത്തും ഈ ഒരു എനർജി ലെവൽ കുറേ സമയത്തേക്ക് അവർ നിലനിർത്തും. അപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർ പൊതുവെ പുരുഷനെ ബഹുമാനിക്കുന്നവരായിരിക്കും. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ളവരുണ്ട്. ഈ സമയത്ത് വിധേയത്വത്തിന് പകരം പുരുഷനെ പോലെ ബോൾഡ്നെസ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ച് ഈ ഒരു മൂഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിധേയത്വം ഒന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല. അതുപോലെ പുരുഷനാണെങ്കിലും കൂടുതൽ ബോൾഡായിട്ട് പെരുമാറുന്നതും അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും പുരുഷനെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനുമാണ് അവർക്കിഷ്ടം. എന്ന് വെച്ചാൽ പുരുഷനെ അവരുടെ വിധേയത്വത്തിലാക്കുന്ന രീതി, അവർ പറയുന്ന എല്ലാം പുരുഷൻ കേൾക്കണം എന്നുള്ള ഒരു മനോഭാവം. എന്നാൽ സ്ത്രീ ഇങ്ങനെ ബോൾഡ്നെസ് കാണിക്കുന്നത് ആസ്വദിക്കുന്ന പുരുഷന്മാരുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലൈംഗികതയിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസം കുറച്ച് സങ്കീർണമാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ ആ ഒരു ഉത്തേജന ഘട്ടമുണ്ടല്ലോ, അത് കുറച്ച് സങ്കീർണമാണ്. ഒരു പ്രത്യേക ബ്രെയിൻ വർക്കാണ് എല്ലാവരിലും സംഭവിക്കുന്നത്. എന്നാൽ ആ സങ്കീർണത നമുക്ക് അനുഭവപ്പെടാത്ത രീതിയിലാണ് പ്രകൃതി അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ പങ്കാളിയായിട്ട് ബന്ധപ്പെടുമ്പം അവർക്ക് പ്രത്യേകിച്ച് ലൈംഗിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ മറ്റാരോടെങ്കിലും പുറത്ത് വേറെ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുവാനൊരവസരം കിട്ടുകയോ അങ്ങനെയുള്ള സാഹചര്യം വരികയോ ചെയ്യുമ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിൻ്റെ കാരണവും മാനസികമാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പങ്കാളിയെ ചെയ്യുമ്പോൾ നിർഭയമായിട്ടും ബോൾഡായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മറ്റൊരവസരത്തിൽ ഒരുപക്ഷെ അതുപോലുള്ളൊരു ബോൾഡ്നെസ് ആ മൈൻഡിന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടാകാൻ കാരണം രണ്ട് എനർജി ലെവൽ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ കളിക്കുന്ന സമയത്ത് സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാകുന്ന എനർജി ലെവലിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതുണ്ട്, പിന്നെ നമ്മൾ സ്വയം കോൺഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ചില ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ചില ആക്ഷൻസ് നല്ലതാണ്. അതിനുവേണ്ടിയാണ് അങ്ങനൊരു ആകർഷണം തരുന്നതും അങ്ങനൊരു ആക്ഷൻ ചെയ്യിപ്പിക്കുന്നതും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.